കടുത്ത വേനൽച്ചൂടിൽ വെന്തുരുകുമ്പോഴും സിനിമയെ സ്നേഹിക്കുന്ന ഇരിട്ടി നിവാസികളുടെ മനസ്സിൽ ഇപ്പോൾ തണുപ്പിൻ്റെ കുളിരാണ്. ഇരിട്ടി സ്വദേശികളായ 20ഓളം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ പിറവിയെടുത്ത തണുപ്പ് എന്ന സിനിമ 14ാമത് ദാദാസാഹേബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരമടക്കം ഇതുവരെ 6ഓളം പുരസ്കാരം നേടി എന്നതാണ് ഇപ്പോൾ ഇരിട്ടി നിവാസികളുടെ മനസ്സിനെ കുളിരണിയിക്കുന്നത്. 14ാമത് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരവും കൂടാതെ സിനിമ പ്രദർശിപ്പിച്ച മേളകളായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഫിലിം ഫെസ്റ്റിവൽ, കൊൽക്കത്ത ബ്ലൂ ബേർഡ് ഫിലിം ഫെസ്റ്റിവൽ, സുന്ദരം ഫിലിം ഫെസ്റ്റിവൽ വെസ്റ്റ് ബംഗാൾ എന്നിവയിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം പുരസ്കാരവും, ഇൻഡോ ഫ്രഞ്ച് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ഇന്ത്യൻ ഫീച്ചർ ഫിലിം പുരസ്കാരവും, മദ്രാസ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ഡയറക്ടർ പുരസ്കാരവും, ഹരിയാന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഒഫീഷ്യൽ സെലക്ഷനും തണുപ്പ് നേടി. തണുപ്പിൻ്റെ അണിയറ പ്രവർത്തകർ 90% പേരും ഇരിട്ടി സ്വദേശികളാണ്. സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം നിർവഹിച്ചിരിക്കുന്നത് ഇരിട്ടി നേരമ്പോക്ക് സ്വദേശി രാകേഷ് നാരായണനാണ്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തനവുമായ വിവേക് മുഴക്കുന്നാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ഇരിട്ടി കല്ലുമുട്ടി സ്വദേശി നിധീഷ് നായകനും ആലക്കോട് സ്വദേശിനി ജിബിന നായികയുമായി എത്തുന്ന ചിത്രത്തിൽ രതീഷ് ഇരിട്ടി, മധു വിളക്കോട്, പ്രിനു പടിയൂർ എന്നിവരും വേഷമിടുന്നു. അനു അനന്തൻ, ഡോക്ടർ ലക്ഷ്മി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൻ്റെ അണിയറയിൽ ഷാനു മിത്ര, രാകേഷ് നായർ, ലിജു പ്രഭാകർ, ശശി എന്നിവരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരിട്ടി, വയനാട്, ചെന്നൈ, കുടക് എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ 14ാമത് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരം മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ രാകേഷ് നാരായണൻ ഏറ്റുവാങ്ങി.